ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന സുപ്രധാനമായ ഒരു നയതന്ത്ര യുദ്ധത്തിനാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ലോകത്തെ ഏക സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയും പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും തമ്മിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നപരിഹാരമായിരുന്നില്ല, മറിച്ച് ആഗോളക്രമത്തിന്റെ പുതിയ ദിശാസൂചികയായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇസ്ലാമാബാദിൽ എത്തിയത് കൃത്യമായ പദ്ധതികളോടെയായിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാൻ നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ ചാണക്യതന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ഇറാന്റെ ആണവ പരീക്ഷണങ്ങളും ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. ഏപ്രിൽ 11 ആരംഭിച്ച ഈ മാരത്തൺ ചർച്ചകൾ പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടുനിന്നു. ഒരു വശത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും, മറുവശത്ത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളും. ചർച്ചകൾ നടന്ന ഓരോ നിമിഷവും ലോകരാജ്യങ്ങൾ മുൾമുനയിലായിരുന്നു. കാരണം ഈ ചർച്ചയുടെ ഫലം ലോകത്തിലെ ഇന്ധന വിലയെയും സുരക്ഷാ സാഹചര്യങ്ങളെയും നേരിട്ട് ബാധിക്കുമായിരുന്നു. അമേരിക്ക തങ്ങളുടെ അവസാനത്തെയും മികച്ചതുമായ ഓഫർ മുന്നോട്ട് വെച്ചു എന്ന് അവകാശപ്പെട്ടെങ്കിലും അത് ഇറാന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാൻ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞു. അമേരിക്കൻ പ്രതിനിധി സംഘം മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ഇറാന്റെ ആണവ മോഹങ്ങളെ എന്നേക്കുമായി തളയ്ക്കുക എന്നതായിരുന്നു.